പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജത്തുൽ വിദാഇന് ശേഷം വഫാത്തിന് തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലെ സുബ്ഹ് നമസ്കാരത്തിനു ശേഷം തൻ്റെ അനുയായികളെ അഭിമുഖീകരിച്ചുകൊണ്ട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. നാളെ എനിക്കെൻ്റെ റബ്ബിനെ ഏറ്റവും തെളിമയോടുകൂടി കണ്ടുമുട്ടേണ്ടതുണ്ട്. അതിൻ്റെ മുമ്പിൽ യാതൊരു തടസ്സവും യാതൊരുവിധ നിഴലും ഉണ്ടായിരിക്കാൻ പാടില്ല. അതെനിക്ക് എളുപ്പമാവേണ്ടതുണ്ട്. അതിനാൽ നിങ്ങളിൽ ആരോടെങ്കിലും ഞാൻ എപ്പോഴെങ്കിലും എൻ്റെ സംസാരത്തിലോ പ്രവൃത്തിയിലോ വാക്കിലോ എന്തെങ്കിലും പിഴവുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് വേണ്ടി അതിന് പ്രതിക്രിയ ചെയ്യുവാനുള്ള അവസരം നൽകേണ്ടതുണ്ടെന്ന് പ്രവാചകൻ പറയുകയാണ്. ആരാണ് പറയുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. ലോകത്തിൻ്റെ നായകൻ, അനേകം മനുഷ്യരുടെ നേതാവ്, അന്ത്യപ്രവാചകൻ, അള്ളാഹുവിൻ്റെ റസൂൽ. ആ മനുഷ്യൻ ഒരു ജനതയെ മുഴുവൻ അപരിഷ്കൃതരായി ജീവിച്ചിരുന്ന ജാഹിലിയത്തിൻ്റെ അംശവും ഉള്ളിൽ പേറിക്കൊണ്ട് ജീവിച്ചിരുന്ന ഒരു കൂട്ടം മനുഷ്യർ. ആ മനുഷ്യരെ പരിഷ്കൃതരാക്കിയും ആ മനുഷ്യരെ സത്യവിശ്വാസികളാക്കിയും നന്മയുടെയും നീതിയുടെയുമായ മൂല്യങ്ങൾ ആ മനുഷ്യർക്ക് പകർന്നു നൽകിയും ആ മനുഷ്യരെ എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്തുകൊണ്ട് എല്ലാം അതിജീവിച്ചുകൊണ്ട് എഴുന്നേറ്റ് നിൽക്കുവാനും ഇസ്സത്തോടുകൂടി തല ഉയർത്തി പിടിച്ചു നിൽക്കുവാനും പ്രാപ്തി നൽകിയ കെൽപ്പേകിയ പ്രവാചകൻ തൻ്റെ വഫാത്തിൻ്റെ കുറച്ച് നിമിഷങ്ങൾക്കോ അല്ലെങ്കിൽ ദിവസങ്ങൾക്കോ മുമ്പ് തൻ്റെ അനുയായികളെ അഭിമുഖീകരിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, അതേ മനുഷ്യരെ അഭിമുഖീകരിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രതിക്രിയ ചെയ്യുവാനുള്ള അവസരം നിങ്ങൾ എനിക്ക് നൽകണമെന്ന്. പ്രവാചകൻ ആ ദിവസം മദീന മസ്ജിദുൽ നബവിയിലേക്ക് നടന്നു പോകുന്നതിനെ ഇസ്ലാമിക ചരിത്രം അടയാളപ്പെടുത്തുന്നുണ്ട്. ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയാതെ രണ്ട് സ്വഹാബികളുടെ ചുമലിൽ താങ്ങിയാണ് പ്രവാചകൻ മസ്ജിദുൽ നബവിയിലേക്ക് വരുന്നത്. കാല് നിലത്ത് ഉറക്കാതെ കാലടികൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നടന്നു വന്ന വഴികൾ കാൽ വേച്ച് വെച്ചതിൻ്റെ ഭാഗമായി അവിടുത്തെ മണൽ നീങ്ങിക്കൊണ്ട് അവിടെ ഒരു ചാല് രൂപപ്പെട്ടിരുന്നു എന്ന് ചരിത്രം അടയാളപ്പെടുത്തുന്നുണ്ട്. അത്രമാത്രം ആരോഗ്യം ക്ഷയിച്ച അവസ്ഥയിൽ, അത്രമാത്രം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും ശാരീരികമായി കെൽപ്പില്ലാത്ത ഒരവസ്ഥയിൽ പ്രവാചകൻ ദൃഢനിശ്ചയത്തോടുകൂടി തൻ്റെ അനുയായികളെ അഭിമുഖീകരിച്ചുകൊണ്ട് ചോദിക്കുന്ന ചോദ്യമാണിത്. ആ സമയത്ത് എല്ലാവരും ഹൃദയം പൊട്ടി കരയുകയാണ്. സ്വഹാബാക്കൾ ഒന്നടങ്കം, അരുത് പ്രവാചകരെ, അങ്ങ് ഈ ചോദ്യം ഞങ്ങളോട് ചോദിക്കരുതെന്ന് ഹൃദയം പൊട്ടി കരഞ്ഞുകൊണ്ട് പ്രവാചകൻ്റെ മുഖത്തേക്ക് നോക്കുകയാണ്. പ്രവാചകൻ പറഞ്ഞു, പാടില്ല, എനിക്ക് ഒരു നിഴലിൻ്റെ മറവ് പോലുമില്ലാതെ തെളിമയോടുകൂടി എൻ്റെ റബ്ബിനെ എനിക്ക് കണ്ടുമുട്ടേണ്ടതുണ്ട്. ആ കാഴ്ച എത്രയും വേഗമാവേണ്ടതുണ്ട്. അതിന് നിങ്ങൾ തടസ്സമാവരുത്. ഈ സമയത്ത് സദസ്സിൽ നിന്ന് ഒരു സ്വഹാബി എഴുന്നേറ്റ് നിൽക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, പ്രവാചകരെ, അങ്ങ് ഒരിക്കൽ ഒരു യുദ്ധവേളയിൽ യുദ്ധത്തിന് വേണ്ടി ഞങ്ങളെ തയ്യാറാക്കുന്നതിനിടയിൽ, സ്വഫ് ശരിയാക്കുന്നതിനിടയിൽ അങ്ങയുടെ കയ്യിലുണ്ടായിരുന്ന വടികൊണ്ട് അങ്ങൻ്റെ വയറ്റിൽ ഒന്ന് ഉന്തിയിട്ടുണ്ട്. അതെനിക്ക് വല്ലാതെ വേദനിച്ചിരുന്നു. അതുകൊണ്ട് അങ്ങ് എനിക്ക് വേണ്ടി അതിന് പ്രതിക്രിയ ചെയ്യണമെന്ന് ആ സ്വഹാബി പ്രവാചകൻ്റെ മുഖത്ത് നോക്കി സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പറയുകയാണ്. ഈ സമയത്ത് രോഷാകുലനായിക്കൊണ്ട് ഉമർ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. ഉമർ ഏറ്റവും രോഷാകുലമായ നോട്ടം ആ സുഹാബിയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. പ്രവാചകൻ പറഞ്ഞു, ഉമർ, ഇത് നീയും ഞാനും തമ്മിലുള്ള വിഷയമല്ല, മറിച്ച് ഞാനും എൻ്റെ റബ്ബും തമ്മിലുള്ള വിഷയമാണ്. ഇവിടെ നീ അതിന് ചോദ്യം ചെയ്യുവാനോ തടസ്സമാകുവാനോ നിൽക്കേണ്ടതില്ല. ഉമർ സദസ്സിലിരിക്കുകയാണ്. ഏറ്റവും സൗമ്യനായി മാത്രം പ്രവാചകന്റെ സദസ്സിൽ നാം കണ്ടിട്ടുള്ള അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, സിദ്ദീഖുൽ അക്ബർ, പ്രവാചകന്റെ സന്തത സഹചാരി, പ്രവാചകന്റെ ആത്മമിത്രം, ഹൃദയം പൊട്ടിക്കൊണ്ട് എഴുന്നേറ്റ് നിൽക്കുകയാണ്. ഇങ്ങനൊരു രംഗം താങ്ങുവാനുള്ള ശേഷി ഞങ്ങൾക്കില്ല പ്രവാചകരെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ അബൂബക്കറിനെയും തടയുകയാണ്. ഇത് ഞാനും എൻ്റെ റബ്ബും തമ്മിലുള്ള കാര്യമാണ്. ഒരു നിഴലാട്ടം പോലും ഞാനും എൻ്റെ റബ്ബിനും ഇടയിൽ ഉണ്ടാകാൻ പാടില്ല. മനുഷ്യരോടുള്ള ബന്ധങ്ങളിൽ, മനുഷ്യരോടുള്ള കടമകളിൽ
എൻ്റെ പെരുമാറ്റത്തിൽ ഒരു മുഖത്തിൻ്റെ ഒരു വാട്ടം പോലും ഉണ്ടായിക്കൊണ്ട് അപ്പുറത്തുള്ള മനുഷ്യന് അല്ലെങ്കിൽ എൻ്റെ സഹോദരന് അത് വേദനിച്ചിട്ടുണ്ടെങ്കിൽ അതിനെനിക്ക് പ്രതിക്രിയ ചെയ്യേണ്ടതുണ്ട്. അതുകൂടി പൂർത്തിയാക്കിയാൽ മാത്രമേ ഞാൻ എൻ്റെ റബ്ബിനെ കണ്ടുമുട്ടാൻ യോഗ്യനായ അബ്ദായി മാറുകയുള്ളൂ എന്ന് പ്രവാചകൻ നിശ്ചയദാർഢ്യത്തോടു കൂടി പറയുകയാണ്. അങ്ങനെ ആ സ്വഹാബിക്കു വേണ്ടി പ്രവാചകൻ ആ സ്വഹാബിയുടെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് പറയുകയാണ്, എന്ത് പ്രതിക്രിയയാണ് ഞാൻ ചെയ്യേണ്ടത്? എനിക്കും അതുപോലെ ആ വടി ഉപയോഗിച്ചുകൊണ്ട് പ്രവാചകൻ്റെ വയറ്റിൽ ചെറുതായിട്ടൊന്ന് അമർത്തണമെന്ന്. ഇത് കേട്ടപ്പോൾ സ്വഹാബാക്കൾ ഒന്നടങ്കം രോഷാകുലരാവുകയാണ്. പക്ഷേ പ്രവാചകൻ അതിനെ തടഞ്ഞു. അങ്ങനെ അതേ വടി ഫാത്തിമയുടെ ഭവനത്തിലുണ്ട് എന്ന് പ്രവാചകനോട് ആ സ്വഹാബി പറയുകയും അങ്ങനെ സ്വഹാബാക്കൾ പോയി ആ വടിയെടുത്തു കൊണ്ടുവരികയും ചെയ്തു. അങ്ങനെ ആ വടി പിടിച്ചു നിൽക്കുകയാണ് പ്രവാചകൻ. അപ്പോൾ ആ സ്വഹാബി പറയുകയാണ്, പ്രവാചകരെ, അന്ന് പ്രവാചകർ എൻ്റെ വയറ്റത്ത് ആ വടി കൊണ്ട് ഉന്തുമ്പോൾ എൻ്റെ മേലാട് അല്ലെങ്കിൽ എനിക്ക് മേൽക്കുപ്പായം ഉണ്ടായിരുന്നില്ല. അതുപോലെ പ്രവാചകൻ നിൽക്കണമെന്ന് ആ സ്വഹാബി ധൈര്യപൂർവ്വം ആവശ്യപ്പെടുകയാണ്. പ്രവാചകൻ അതും കേട്ട് ഏറ്റവും അനുസരണയോടുകൂടി അതിനെ മനസ്സിലാക്കി ആ പ്രവാചകൻ്റെ മേൽക്കുപ്പായം ഊരി മാറ്റുകയാണ് ആ സ്വഹാബിയുടെ മുമ്പിൽ. എന്നിട്ട് പ്രതിക്രിയയും കാത്തുകൊണ്ട് നിൽക്കുകയാണ്. ആ രംഗം താങ്ങാനാവാതെ സ്വഹാബാക്കൾ ഒന്നടങ്കം പൊട്ടിക്കരയുകയാണ്. ഉമർ രോഷാകുലനായി നിൽക്കുകയാണ്. ഏറ്റവും സൗമ്യനായി മാത്രം നമുക്ക് കാണാൻ കഴിയുന്ന സിദ്ദീഖുൽ അക്ബർ ഏറ്റവും രോഷാകുലനായിട്ടാണ് ആ രംഗത്തെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ സ്വഹാബി പ്രവാചകൻ്റെ അടുക്കൽ വന്നു. എന്നിട്ട് പ്രവാചകനോട് അത്രമേൽ ചേർന്ന് നിന്നുകൊണ്ട് പ്രവാചകനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പ്രവാചകനെ ആശ്ലേഷിച്ചുകൊണ്ട് പറയുകയാണ്, പ്രവാചകരെ, ഈ ദുനിയാവിൽ അങ്ങേ ഇങ്ങനെ വാരി പുണരാനുള്ള അവസരം ഇനിയൊരിക്കൽ എനിക്കുണ്ടായിക്കൊള്ളണമെന്നില്ല. ആ അവസരത്തിനു വേണ്ടിയാണ്, അല്ലെങ്കിൽ അങ്ങനെ അത്രയും വലിയ ഒരു അനുഗ്രഹത്തിന് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒരു രംഗം സൃഷ്ടിച്ചതെന്ന് ആ സ്വഹാബി പറയുകയാണ്. ഇവിടെ ഒന്ന് ഓർത്തു നോക്കൂ, എങ്ങനെയുള്ള പ്രവാചകനാണ്. ഒരു മനുഷ്യരെ ഒന്നടങ്കം അപരിഷ്കൃതരായി ജാഹിലിയത്തിൻ്റെ അംശവും പേറി ജീവിച്ചിരുന്ന ഒരു കൂട്ടം മനുഷ്യർ. അവർക്ക് പരസ്പരം നൈതികതയെക്കുറിച്ച്, എത്തിക്സിനെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, പരസ്പരമുള്ള നന്മകളെക്കുറിച്ച്, സത്യത്തെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുത്ത് അവരെ മനുഷ്യൻ എന്ന പ്രതലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്ന, ഇസ്സത്തോടുകൂടി ആത്മാഭിമാനബോധത്തോടുകൂടി തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ധൈര്യപൂർവം നിർഭയത്വത്തോടുകൂടി ജീവിക്കുവാൻ പഠിപ്പിച്ച പ്രവാചകൻ. അതേ പ്രവാചകനാണ് അതേ അനുയായികളോട് പ്രതിക്രിയ ചെയ്യുവാനുള്ള അവസരത്തെക്കുറിച്ച് ചോദിക്കുന്നത്. അതും പ്രവാചകൻ ഏറ്റവും ശാരീരികമായി അശക്തനായി നിൽക്കുന്ന സന്ദർഭത്തിൽ.